ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 17. നാം തനിച്ചല്ല. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം. ഫെഡറിക് ബ്രൗണിന്റെ ചെറുകഥാ ത്രില്ലറായ മുട്ട് അഥവാ നോക്കിൽ അദ്ദേഹം എഴുതി, ഭൂമിയിലെ അവസാനത്തെ മനുഷ്യൻ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നു. വാതിലിൽ ഒരു മുട്ട് കേട്ടു. അയ്യോ, അതാരായിരിക്കാം? അവർക്കെന്താണ് വേണ്ടത്? ഏതു നിഗൂഢ ജീവിയാണ് അയാളെ തേടി വന്നത്? ആ മനുഷ്യൻ തനിച്ചായിരുന്നില്ല. നാമും തനിച്ചല്ല. ലവോദിക്കയിലെ സഭ അവരുടെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. ഏത് അമാനുഷിക വ്യക്തിയാണ് അവർക്കായി വന്നത്? അവൻ്റെ നാമം യേശു എന്നായിരുന്നു. അവൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആയിരുന്നു. അവൻ്റെ കണ്ണുകൾ അഗ്നി പോലെ ജ്വലിച്ചു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. ഉറ്റ സ്നേഹിതനായ യോഹന്നാൻ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ ഒരു നേർക്കാഴ്ച കണ്ടപ്പോൾ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. ക്രിസ്തുവിലുള്ള വിശ്വാസം ദൈവഭയത്തോടു കൂടി ആരംഭിക്കുന്നു. നാം ഒറ്റയ്ക്കല്ല എന്നത് ആശ്വാസകരമാണ്. യേശു ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാണ്. എങ്കിലും ക്രിസ്തു തൻ്റെ ശക്തി ഉപയോഗിക്കുന്നത് നമ്മെ നശിപ്പിക്കാനല്ല, മറിച്ച് നമ്മെ സ്നേഹിക്കാനാണ്. യേശുവിൻ്റെ ക്ഷണം കേൾക്കൂ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ, കേൾക്കുന്നവൻ വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമ്മുടെ വിശ്വാസം ഭയത്തോടെ ആരംഭിക്കുന്നു. ആരാണ് വാതിൽക്കൽ മുട്ടുന്നത്? എന്നാൽ അത് ഒരു ഊഷ്മളമായ സ്വാഗതത്തിലും ശക്തമായ ആലിംഗനത്തിലും അവസാനിക്കുന്നു. ഭൂമിയിലെ അവസാനത്തെ വ്യക്തിയാണെങ്കിൽ പോലും നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തിന് നന്ദി, നാം തനിച്ചല്ല. ചിന്തിക്കുക, എന്തുകൊണ്ടാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ ശക്തിയെ അവൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്തത്? രണ്ടും സുപ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ദൈവത്തിന് മഹത്വം.